പ്രിയ വിദ്യാർത്ഥികളെ, പുതിയ അധ്യയന വർഷത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ ജോയി ജോൺ, തിരുവനന്തപുരം സെൻറ്റ് ജോസഫ്സ് ഹയർ സെക്കൻഡറി സ്കൂളിലെ കമ്പ്യൂട്ടർ സയൻസ് അധ്യാപകൻ. തികച്ചും അസാധാരണമായ ഒരു പഠന അന്തരീക്ഷമാണ് പുതിയ അക്കാഡമിക് ഇയർ നമുക്ക് മുന്നിൽ വയ്ക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്കത്ര പരിചിതമല്ലാത്ത ഒരു പഠന ബോധന രീതിയിലൂടെയാണ് നാം ഇപ്പോൾ കടന്നു പോകേണ്ടത്. അതുമായിട്ട് പൊരുത്തപ്പെടേണ്ടിയിരിക്കുന്നു. എങ്ങനെയാണ് ഇത്തരം ക്ലാസ്സുകളിൽ നിങ്ങളുടെ പങ്കാളിത്തം ഉറപ്പാക്കേണ്ടത്, ഈ ക്ലാസ്സുകൾ എങ്ങനെയാണ് ഏറ്റവും ഫലപ്രദമാക്കേണ്ടത് എന്നുള്ളതിനെക്കുറിച്ചിട്ടൊക്കെ നിങ്ങൾക്കിപ്പോൾ ധാരണ ഉണ്ടായി കാണും. നമുക്ക് നമ്മുടെ വിഷയത്തിലേക്ക് കടക്കാം. കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻസ്. കഴിഞ്ഞ വർഷം നിങ്ങൾ പഠിച്ചു, പരീക്ഷയൊക്കെ എഴുതി, നന്നായിട്ട് എഴുതിയെന്ന് ഞാൻ കരുതിക്കോട്ടെ. ഓക്കെ, രണ്ടാം വർഷം കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻസ് വിഷയത്തിൽ നിങ്ങൾ നേടേണ്ട പഠന നേട്ടങ്ങളെയും ശേഷികളെയും മൂല്യങ്ങളെയും 11 അധ്യായങ്ങളിലായിട്ടാണ് കവർ ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ നമ്മുടെ ആദ്യത്തെ ചാപ്റ്ററിലേക്ക് കടക്കുന്നു. റിവ്യൂ ഓഫ് C++ പ്രോഗ്രാമിംഗ്. ഇതാണ് നമ്മുടെ ആദ്യത്തെ ചാപ്റ്റർ. കഴിഞ്ഞ വർഷം നിങ്ങൾ പഠിച്ച ഫ്രം ചാപ്റ്റർ 4 to 7 ഈ 4 ചാപ്റ്റേഴ്സിലൂടെ കവർ ചെയ്ത C++ പ്രോഗ്രാമിങ്ങുമായി ബന്ധപ്പെട്ട ആശയങ്ങളെ ഒന്ന് ബ്രീഫ് ചെയ്യുകയാണ് ഈ അധ്യായത്തിൽ ചെയ്യുന്നത്. ശരിക്കും നിങ്ങളിപ്പോൾ ചെയ്യേണ്ടത് ഉണ്ടല്ലോ, അടുത്ത നോട്ട്ബുക്കും പേനയൊക്കെ ഉണ്ടല്ലോ അല്ലേ? നിങ്ങൾ ചെയ്യേണ്ടത് ഈ 4 അധ്യായങ്ങളിലായി നിങ്ങൾ പഠിച്ച കാര്യങ്ങൾ, നിങ്ങളുടെ ഓർമ്മയിലുള്ള കാര്യങ്ങൾ ഒന്ന് എഴുതി വയ്ക്കുക. ചില പദപ്രയോഗങ്ങളാണ്, ഫുൾ സെൻറ്റൻസ് ഒന്നും വേണ്ട. ചില പദപ്രയോഗങ്ങൾ, അതിലെ ആശയങ്ങൾ, പ്രധാനപ്പെട്ട കീ പോയിൻറ്റ്സ്, അത് ഒന്ന് എഴുതി വയ്ക്കുക. എഴുതി കാണുമല്ലോ. ഇതൊക്കെയാണോ എന്നൊന്ന് നോക്കാനകത്ത് ക്യാരക്ടർ സെറ്റ് വന്നിട്ടുണ്ടാവും, ടോക്കൺസ് ഉണ്ടാകും, ഡേറ്റ ടൈപ്സ് ഉണ്ടാവും, ടൈപ്പ് മോഡിഫയേഴ്സ് ഉണ്ടാവണം, എക്സ്പ്രഷൻസ്, ടൈപ്പ് കൺവേർഷൻസ്, സ്റ്റേറ്റ്മെൻറ്റ്സ്, പിന്നെ കുറച്ച് എക്സ്ട്രാ ഓപ്പറേറ്റേഴ്സ് വേണമെങ്കിൽ ഉണ്ടാവാം, ഒരു C++ പ്രോഗ്രാമിൻ്റെ സ്ട്രക്ചർ, കൺട്രോൾ സ്റ്റേറ്റ്മെൻറ്റ്സ്. ഇത്രയും കാര്യങ്ങളാണല്ലോ നമ്മൾ പഠിച്ചത്. ഒരുപക്ഷെ ഞാൻ ഈ പറഞ്ഞ വാക്കുകളൊന്നും അല്ല നിങ്ങൾ എഴുതിയിട്ടുള്ളതെങ്കിൽ പോലും ഇതുമായിട്ട് ബന്ധപ്പെട്ട വാക്കുകളുണ്ടാവും. ഫോർ എക്സാമ്പിൾ, ടൈപ്പ് മോഡിഫയേഴ്സിനെ കുറിച്ച് ഞാൻ പറഞ്ഞു. നിങ്ങൾ ആ ഒരു വാക്ക് എഴുതിയില്ലെങ്കിലും ചിലപ്പോൾ സൈൻഡ്, അൺസൈൻഡ് എന്നീ വാക്കുകളൊക്കെ ഉണ്ടാവുമല്ലോ അല്ലേ? അപ്പോൾ എന്തായാലും നിങ്ങൾ എഴുതിയ വാക്കുകൾ ഈ പറഞ്ഞ ടൈറ്റിൽസിൽ എവിടെയെങ്കിലുമൊക്കെ ഉൾപ്പെടുന്നതായിരിക്കും. നമുക്കിത് 1 by 1 ആയിട്ടൊന്ന് ഡിസ്കസ് ചെയ്യാം. ആദ്യം ക്യാരക്ടർ സെറ്റ്. വാട്ട് യു മീൻ ബൈ ക്യാരക്ടർ സെറ്റ് ഓഫ് C++ ലാംഗ്വേജ്? ഓർമ്മയുണ്ടോ? മലയാള ഭാഷയെ സംബന്ധിച്ച് അക്ഷരമാല, ഇംഗ്ലീഷിൻ്റെ ആൽഫബറ്റ്. ഹിന്ദിയിലും നമ്മൾ പഠിക്കുന്നത് അക്ഷരങ്ങളാണല്ലേ? അതുതന്നെയാണ് ക്യാരക്ടർ സെറ്റ് ഓഫ് C++ ലാംഗ്വേജ് മീൻസ് the basic symbols of a language, C++ language, the fundamental unit of C++ language. അങ്ങനെയല്ലേ ഓർമ്മയിൽ നിൽക്കുന്നത്? ഇതിനൊരു ക്ലാസിഫിക്കേഷൻ ഉണ്ടായിരുന്നു. 4 ആയിട്ട് ക്ലാസിഫൈ ചെയ്യാം. ഏതൊക്കെയാണ്? ലെറ്റേഴ്സ്, ഡിജിറ്റ്സ്, സ്പെഷ്യൽ ക്യാരക്ടേഴ്സ്, വൈറ്റ് സ്പേസസ്. ഇങ്ങനെ 4 കാറ്റഗറി ആണല്ലോ നമ്മൾ പഠിച്ചത്. അത് ഏതൊക്കെയാണെന്നൊക്കെ നിങ്ങൾക്കറിയാം, ഞാൻ അങ്ങോട്ടേക്കൊന്നും കിടക്കുന്നില്ല. അതിനുശേഷം let us move on to the next topic, tokens. What do you mean by tokens? Building blocks of a program. അതാണല്ലോ ഡെഫിനിഷൻ. ഒരു പ്രോഗ്രാം ഉണ്ടായിരിക്കുന്നത് ഈ ടോക്കണുകൾ ഇങ്ങനെ അടുക്കി വെച്ചിട്ടാണ്. അതിനൊരു ക്ലാസിഫിക്കേഷൻ പഠിച്ചു. എത്ര ടൈപ്പാണ് ഉള്ളത്? 5 types. 5 types of tokens. ഓർമ്മയുണ്ടോ ആ വാക്കുകൾ? ഈ 5 ടൈപ്സ് ഏതൊക്കെയെന്ന് അറിയണമെങ്കിൽ ഒരു പ്രോഗ്രാമിനൊന്ന് പൊളിച്ചാൽ മതി. ഒരു പ്രോഗ്രാമിനെ പൊളിച്ചടിക്കിയാൽ അതിനകത്തുള്ള ഓരോ ഭാഗവും ചെന്ന് വീഴുന്നത് ഈ ഏതെങ്കിലും 5 ടൈപ്പുകളിലായിരിക്കും. ഞാൻ പറഞ്ഞ വാക്ക് ഓർമ്മയുണ്ടോ? പൊളിക്കുക. നമ്മൾ മംഗ്ലീഷ് ഉപയോഗിക്കുന്ന ആൾക്കാരാണല്ലേ? പൊളിക്ക്. ഒന്ന് ഇംഗ്ലീഷ് എഴുതി നോക്കിയേ. പൊളിക്ക്. POLIK. ഇതിനകത്തുണ്ട് ഈ 5 ടൈപ്പ് ഓഫ് ടോക്കൺസും. ഏതൊക്കെയായിരിക്കാം? പൊളിക്ക്, പങ്ക്ച്വേറ്റേഴ്സ്, O ഓപ്പറേറ്റേഴ്സ്, L ലിറ്ററൽസ്, I ഐഡൻറ്റിഫയേഴ്സ്, K കീവേഡ്സ്. നമ്മൾ പറയുന്നത് തിരിച്ചാണ്. കീവേഡ്സ്, ഐഡൻറ്റിഫയേഴ്സ്, ലിറ്ററൽസ്, ഓപ്പറേറ്റേഴ്സ്, പങ്ക്ച്വേറ്റേഴ്സ്. ഇത് 5 5 ടൈപ്സ് ഓഫ് ടോക്കൺസ്. ഇത് ഓരോന്നും എന്താണെന്ന് ജസ്റ്റ് ഒന്ന് നമുക്ക് ചിന്തിച്ചു പോകാം. കീവേഡ്സ് എന്തായിരിക്കും? റിസർവ്ഡ് വേർഡ്സ് ഓഫ് എ ലാംഗ്വേജ്, റിസർവ്ഡ് വേർഡ്സ് ഓഫ് C++ ലാംഗ്വേജ്. ദേ കൺവേ എ സ്പെസിഫിക് മീനിങ് ടു ദ ലാംഗ്വേജ് കമ്പൈലർ. നമ്മുടെ വാക്കല്ല ഒന്നും. C++ ലാംഗ്വേജിൽ സ്വന്തമായിട്ടുള്ള ചില വാക്കുകൾ, ഓരോന്നിനും ഓരോ പ്രത്യേക പർപ്പസ് ഉണ്ട്. അത് ഉപയോഗിക്കേണ്ടടുത്ത് തന്നെ ഉപയോഗിക്കുക വേണം. രണ്ടാമതായിട്ട് ഐഡൻറ്റിഫയേഴ്സ്. ഐഡൻറ്റിഫൈ ചെയ്യാൻ ഉപയോഗിക്കുന്ന വാക്കുകൾ, ഐഡൻറ്റിഫയേഴ്സ്. ഇതാരുണ്ടാക്കുന്നതാണ്? നമ്മളുണ്ടാക്കുന്ന വാക്കുകൾ.
യൂസേഴ്സ് ഡിഫൈൻ ചെയ്യുന്ന വാക്കുകളാണ്. യൂസർ ഡിഫൈൻഡ് വേർഡ്സ് എന്ന് വേണമെങ്കിൽ പറയാം ഐഡൻറ്റിഫയേഴ്സിനെ. എന്തിനാണ് അത് ഉപയോഗിക്കുന്നത്? ടു ഐഡൻറ്റിഫൈ പ്രോഗ്രാം എലമെൻറ്റ്സ്. എന്താ ഈ പ്രോഗ്രാം എലമെൻറ്റ്സ്? മെമ്മറി ലൊക്കേഷൻസ് ആകാം, സ്റ്റേറ്റ്മെൻ്റ് ആകാം, ഗ്രൂപ്പ് ഓഫ് സ്റ്റേറ്റ്മെൻറ്റ്സ് അതായത് ഫങ്ഷൻസ് ആകാം, ഡേറ്റ ടൈപ്പ് ആകാം. ഇങ്ങനെ പ്രോഗ്രാമുമായി ബന്ധപ്പെട്ട പലതിനെയും ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് നമ്മൾ ഡിഫൈൻ ചെയ്യുന്ന വാക്കുകളാണ് ഐഡൻറ്റിഫയേഴ്സ്. മൂന്നാമത്തെ കാറ്റഗറിയോ ലിറ്ററൽസ്. അതെന്താണ്? കോൺസ്റ്റൻസ് എന്ന് നമ്മൾ പറയാറുണ്ടല്ലേ, മാത്തമാറ്റിക്സിലൊക്കെ നിങ്ങൾ പഠിക്കുന്നതാണ് കോൺസ്റ്റൻസ്. ലിറ്ററൽസ് ആർ കോൺസ്റ്റൻസ് വിച്ച് ഹാവ് സം യുണീക്ക് വാല്യൂസ് വിച്ച് ഡു നോട്ട് ചേഞ്ച് ഡ്യൂറിങ് ദ പ്രോഗ്രാം റൺ. ആ പ്രോഗ്രാം വർക്ക് ചെയ്യുന്നിടത്തോളം കാലം ആ വാല്യൂവിന് മാറ്റമൊന്നും ഉണ്ടാകത്തില്ല. അതാണ് ലിറ്ററൽസ്. അവിടെയുണ്ട് ക്ലാസിഫിക്കേഷൻ. എത്രയായിട്ട്? 4. ഇൻറ്റിജർ ലിറ്ററൽ, ക്യാരക്ടർ ലിറ്ററൽ, പിന്നെ ഫ്ലോട്ടിംഗ് പോയിൻറ്റ് ലിറ്ററൽ, സ്ട്രിംഗ് ലിറ്ററൽ. ഇങ്ങനെ 4 ടൈപ്പ് ഓഫ് ക്യാരക്ടർ ലിറ്ററൽസ് ആണ് നമ്മൾ പഠിച്ചത്. പിന്നെ വരുന്നു ഓപ്പറേറ്റേഴ്സ്. എന്താണ് ഈ ഓപ്പറേറ്റേഴ്സ്? ദേ ആർ ദ ടോക്കൺസ് ഓർ ദ സിംബൽസ് വിച്ച് റെപ്രസെൻറ്റ് സം ഓപ്പറേഷൻസ്. എന്തെങ്കിലും ഓപ്പറേഷൻ നടത്താൻ വേണ്ടി പ്രോഗ്രാമിൽ നമ്മൾ ഉപയോഗിക്കുന്ന ചില സിംബൽസ്, അതിനെയാണ് ഓപ്പറേറ്റേഴ്സ് എന്ന് പറയുന്നത്. അവിടെയും ക്ലാസിഫിക്കേഷൻ ഉണ്ട്. അരിത്മെറ്റിക് ഓപ്പറേറ്റേഴ്സ് എന്നും ലോജിക്കൽ ഓപ്പറേറ്റേഴ്സ് എന്നും റിലേഷണൽ ഓപ്പറേറ്റേഴ്സ് എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ ക്ലാസിഫിക്കേഷൻ ഉണ്ട്. ഇത് കൂടാതെ ഇൻപുട്ട് ഓപ്പറേറ്റർ, ഔട്ട്പുട്ട് ഓപ്പറേറ്റർ, അസൈൻമെൻറ്റ് ഓപ്പറേറ്റർ, അങ്ങനെ കുറേ നമ്മൾ പഠിക്കുന്നുണ്ട്. നൗ ലാസ്റ്റ് വൺ, പങ്ക്ച്വേറ്റേഴ്സ്. എന്താണ്? സം സ്പെഷ്യൽ സിംബൽസ് യൂസ്ഡ് ഫോർ ദി പെർഫെക്ഷൻ ഓഫ് എ സിൻടെക്സ്. ആ ലാംഗ്വേജിൻ്റെ പല കൺസ്ട്രക്ട്സുകളും ഉപയോഗിക്കുമ്പോൾ ഗ്രമാറ്റിക്കൽ പെർഫെക്ഷൻ്റെ ഭാഗമായിട്ട്, സിൻടെക്സ് പെർഫെക്ഷൻ്റെ ഭാഗമായിട്ട് ഉപയോഗിക്കുന്ന സം സിംബൽസ്, ഈ സെമി കോളൺ, ബ്രേസ്, ബ്രാക്കറ്റ്സ് തുടങ്ങിയ സിംബൽസിനെയാണ് പങ്ക്ച്വേറ്റേഴ്സ് എന്ന് പറയുന്നത്. ഇനി ഐഡൻറ്റിഫയേഴ്സിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങളൊന്ന് അറിഞ്ഞിരിക്കണം, ഓർമ്മയിൽ വേണം. കഴിഞ്ഞ വർഷം പഠിച്ചതാണ്, ബട്ട് ഞാനത് പറയാൻ കാര്യം പരീക്ഷയ്ക്ക് ചിലപ്പോൾ ചില ചോദ്യങ്ങളുണ്ടാവും. ചില ഐഡൻറ്റിഫയേഴ്സ് തന്നിട്ട് ഇതിൽ ഇൻവാലിഡ് ആയിട്ടുള്ളത് ഏത്? അപ്പോൾ അത്തരം ചോദ്യങ്ങൾക്ക് ആൻസർ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ പോയിൻറ്റ്സ് നിങ്ങൾ ഓർത്തിരിക്കണം. എന്തൊക്കെയാണ് റൂൾസ് ഗവേണിംഗ് ഐഡൻറ്റിഫയേഴ്സ് എന്ന് പറഞ്ഞ് പഠിച്ചത്? ലെറ്റേഴ്സ് ആൻഡ് ഡിജിറ്റ്സ് ക്യാൻ ബി യൂസ്ഡ് അല്ലേ. ഫസ്റ്റ് ക്യാരക്ടർ ഷുഡ് ബി എ ലെറ്റർ ഓർ ആൻ അണ്ടർസ്കോർ. പിന്നെ വേറെ എന്താ? സ്പെഷ്യൽ ക്യാരക്ടേഴ്സ് ഉപയോഗിക്കാൻ പാടില്ല, വൈറ്റ് സ്പേസ് ഉപയോഗിക്കാൻ പാടില്ല, കീവേഡ്സ് ഉപയോഗിക്കാൻ പാടില്ല. അപ്പർ കേസും ലോവർ കേസും ഉപയോഗിക്കാം, ബട്ട് ബോത്ത് ആർ ഡിഫറൻറ്റ്. ക്യാപിറ്റൽ എ, സ്മോൾ എ രണ്ടും 2 ഐഡൻറ്റിഫയർ ആണ്. ബിക്കോസ് C++ ഈസ് കേസ് സെൻസിറ്റീവ്. അപ്പോൾ ഈ റൂൾസ് ഓർമ്മയിൽ വെച്ചുകൊണ്ട് വേണം ഇത്തരം ചോദ്യങ്ങൾ അഡ്രസ്സ് ചെയ്യുമ്പോൾ നിങ്ങളതിന് ആൻസർ ചെയ്യേണ്ടത്. ചില വാലിഡ് ഐഡൻറ്റിഫയേഴ്സ് ഞാനിവിടെ കാണിക്കാം. നം, CIN, CPP കുറച്ച് ഐഡൻറ്റിഫയേഴ്സ് കാണിക്കുന്നുണ്ട്. ഇതിലൊരു പക്ഷേ CIN ഇത് ചിലർക്കെങ്കിലും ഒരു തെറ്റിദ്ധാരണ ഉണ്ടാവും, കീവേഡാണ്. കാരണം നമ്മളുണ്ടാക്കിയ വാക്കല്ലല്ലോ. ബട്ട് ഇറ്റ് ഈസ് ആൻ ഐഡൻറ്റിഫയർ. നമ്മളുണ്ടാക്കിയതല്ലെന്നേ ഉള്ളൂ. ഇത് ഈ കമ്പൈലറിനോടൊപ്പമുള്ള ഹെഡർ ഫയൽസിനകത്തുള്ളൊരു വാക്കാണ്. വേണമെങ്കിൽ നമുക്ക് പ്രീ ഡിഫൈൻഡ് ഐഡൻറ്റിഫയർ എന്നൊക്കെ വേണമെങ്കിൽ പറയാം. CIN, Cout, CPP ഞാൻ കാണിക്കുന്നു. ഫയൽ നെയിമിൻ്റെ എക്സ്റ്റൻഷനാണ്, അത് നമ്മളുണ്ടാക്കിയതല്ല. ബട്ട് സ്റ്റിൽ ഇറ്റ് ഈസ് ആൻ ഐഡൻറ്റിഫയർ, വാലിഡ് ഐഡൻറ്റിഫയർ. മറ്റ് ചില ഇൻവാലിഡ് ഐഡൻറ്റിഫയേഴ്സ് നമുക്ക് നോക്കാം. 2AB, അവിടെ എന്താ പ്രശ്നം? ഫസ്റ്റ് ക്യാരക്ടർ ഈസ് എ ഡിജിറ്റ്. നെക്സ്റ്റ് വൺ, നം ഹാഷ് സിമ്പൽ, സ്പെഷ്യൽ ക്യാരക്ടർ, ഇറ്റ്സ് നോട്ട് അലൗഡ്. ദെൻ AVG height, there is a space between AVG and height, it is not allowed. Then int, അതും പറ്റത്തില്ല. എന്തുകൊണ്ടാണ്? ഇറ്റ്സ് എ കീവേഡ്. ഇനി ഈ ക്ലാസിഫിക്കേഷൻ ഓഫ് ഓപ്പറേറ്റേഴ്സ്. ഓപ്പറേറ്റേഴ്സ് ക്യാൻ ബി ക്ലാസിഫൈഡ് ഇൻറ്റു 3 എന്നോ മറ്റൊരർത്ഥത്തിൽ വീണ്ടും ഒരു 3 എന്നോ ഒക്കെ പറയാം. ബിക്കോസ് വി ഫോളോ 2 criteria ടു ക്ലാസിഫൈ ദീസ് ഓപ്പറേറ്റേഴ്സ്. ഇഫ് ദ ക്രൈറ്റീരിയൻ ഈസ് ദ ടൈപ്പ് ഓഫ് ഓപ്പറേഷൻ, ഇറ്റ് ക്യാൻ ബി ക്ലാസിഫൈഡ് ഇൻറ്റു 3. ഏതൊക്കെയാണ്? arithmetic operators, relational operators, logical operators. Now, if the criterion is the number of operands, again it can be classified into 3: unary, binary, ternary. ഞാനിപ്പോൾ പറഞ്ഞത് നമ്പർ ഓഫ് ഓപ്പറൻസ്. എന്താ ഈ ഓപ്പറൻ്റ് എന്ന് പറഞ്ഞാൽ? ദ ഡേറ്റ ഓൺ വിച്ച് ഓപ്പറേഷൻ ഈസ് ക്യാരിഡ് ഔട്ട്. ഇപ്പോൾ 5+2, 5ഉം 2ഉം ഓപ്പറൻസ് ആണ്, പ്ലസ് ഓപ്പറേറ്ററാണ്. അപ്പോൾ ഈ ഒരു ഓപ്പറേഷൻ നടത്താൻ ആവശ്യമുള്ള ഡേറ്റയാണ് നമ്മൾ ഓപ്പറൻസ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്പർ ഓഫ് ഓപ്പറൻസിനെ ബേസ് ചെയ്തിട്ടുള്ള ക്ലാസിഫിക്കേഷൻ വരുമ്പോഴാണ് എന്ത് പറയുന്നത്? യൂണറി, ബൈനറി, ടെർണറി. ഓക്കെ, ചില സിമ്പിൾസ് ഞാനിവിടെ കാണിക്കുന്നു. അരിത്തമെറ്റിക് ഓപ്പറേറ്റേഴ്സ് നമുക്ക് 5 എണ്ണം. പ്രത്യേകം ശ്രദ്ധിക്കുക, മോഡുലസ് ഓപ്പറേറ്റർ നമുക്ക് അത്ര പരിചയമില്ലാത്തതാണ്. കഴിഞ്ഞ വർഷമാണ് നമ്മൾ പഠിച്ചത് മോഡുലസ് ഓപ്പറേറ്റർ. പെർസെൻറ്റേജ് സിമ്പിളാണ്, അതിൻ്റെ പേരെന്തുവാ? മോഡുലസ് ഓപ്പറേറ്റർ. എന്താ പണി? ഇറ്റ് ഗിവ്സ് ദ റിമൈൻഡർ ഓഫ് എ ഡിവിഷൻ. ഓർമ്മയിലിരിക്കട്ടെ. പിന്നെ റിലേഷണൽ ഓപ്പറേറ്റേഴ്സ്, അവിടെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഇക്വാളിറ്റി ഓപ്പറേറ്റർ. 2 വാല്യൂസ് ഈക്വൽ ആണോ അല്ലയോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഓപ്പറേറ്റർ. സിംഗിൾ ഈക്വൽ പോരാ, ഡബിൾ ഈക്വൽ സിമ്പിൾ വേണം. പിന്നെ ലോജിക്കൽ ഓപ്പറേറ്റേഴ്സ്, ലോജിക്കൽ ആൻഡ്, ലോജിക്കൽ ഓർ, ലോജിക്കൽ നോട്ട്. ഞാൻ കൂടുതൽ ആ ഭാഗത്ത് പോകുന്നില്ല. മറ്റ് ചില ഓപ്പറേറ്റേഴ്സ് കൂടി നമുക്കുണ്ട്.
ഇൻപുട്ട് ഓപ്പറേറ്റേഴ്സ്. ഇൻപുട്ട് ഓപ്പറേറ്റേഴ്സ് എന്ന് പറയുന്നത് ഇൻപുട്ട് ഓപ്പറേറ്റർ മതി, ഒരെണ്ണമല്ലേ ഉള്ളൂ. ഡബിൾ ഗ്രേറ്റർ ദാൻ സിമ്പിൾ. എന്താ അതിൻ്റെ പേര്? ഗെറ്റ് ഫ്രം, എക്സ്ട്രാക്ഷൻ, അതൊക്കെയാണ് അതിൻ്റെ പേര്. പിന്നെ ഔട്ട്പുട്ട് ഓപ്പറേറ്റർ ഉണ്ട്, ഡബിൾ ലെസ് ദാൻ സിമ്പിൾ, പുട്ട് ടു, ഇൻസർഷൻ എന്നീ പേരുകളിൽ അറിയപ്പെടുന്നത്. പിന്നെ ഒരെണ്ണം കൂടി പരിചയപ്പെടുത്താം, അസൈൻമെൻറ്റ് ഓപ്പറേറ്റർ, സിംഗിൾ ഈക്വൽ സിമ്പിൾ. അപ്പോൾ ഞാൻ നേരത്തെ ഒരു ഡബിൾ ഈക്വലിൻ്റെ കാര്യം പറഞ്ഞു, വ്യത്യാസം ഓർമ്മയിരിക്കട്ടെ. സിംഗിൾ ഈക്വൽ സിമ്പിൾ ഈസ് യൂസ്ഡ് ആസ് അസൈൻമെൻറ്റ് ഓപ്പറേറ്റർ, ഡബിൾ ഈക്വൽ സിമ്പിൾ ഈസ് യൂസ്ഡ് ആസ് എ റിലേഷണൽ ഓപ്പറേറ്റർ. ഓർത്തോളൂ രണ്ടിനുള്ള വ്യത്യാസം. അടുത്ത ടോപ്പിക്കിലോട്ട് പോവാം. ഡേറ്റ ടൈപ്സ്. വാട്ട് ഡു യു മീൻ ബൈ ഡേറ്റ ടൈപ്സ്? Data types. It's a means to identify the type of data and associated operations. ഒരു ഡേറ്റ ഏത് ടൈപ്പാണെന്ന് തിരിച്ചറിയുക, അതിലെന്തൊക്കെ ഓപ്പറേഷൻസ് പെർഫോം ചെയ്യാൻ സാധിക്കുമെന്ന് കമ്പൈലറിന് കണ്ടാൽ മനസ്സിലാവുക. കമ്പൈലറിന് മനസ്സിലാവുമ്പോൾ നമുക്കും മനസ്സിലാവണം, അതനുസരിച്ചല്ലേ ഉപയോഗിക്കാൻ പാടുള്ളൂ. അപ്പോൾ അതാണ് ഡേറ്റ ടൈപ്സ്. ഡേറ്റ ടൈപ്സിൻ്റെ ക്ലാസിഫിക്കേഷൻ മെയിൻലി രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യുന്നു. ഓർമ്മയുണ്ടോ ആ പേരുകൾ? ബേസിക് ഡേറ്റ ടൈപ്സ് ആൻഡ് യൂസർ ഡിഫൈൻഡ് ഡേറ്റ ടൈപ്സ്. ബേസിക് ഡേറ്റ ടൈപ്സിനെ മറ്റ് ചില പേരുകളിലും അറിയപ്പെടാറുണ്ട്. ഓർമ്മയിൽ വരുന്നുണ്ടോ? ഫണ്ടമെൻ്റൽ ഡേറ്റ ടൈപ്സ്, ആറ്റമിക് ഡേറ്റ ടൈപ്സ്, പ്രിമിറ്റീവ് ഡേറ്റ ടൈപ്സ്, എല്ലാം ഒന്ന് തന്നെ. ഏതാ അതൊക്കെ? ഇൻറ്റ്, ക്യാർ, ഫ്ലോട്ട്, ഡബിൾ, വോയിഡ്. ഈ 5 കീവേഡ്സ്, ഇതഞ്ചും കീവേഡ്സാണ്, ഓർമ്മയിലിരിക്കട്ടെ. ഈ കീവേഡ്സാണ് ബേസിക് ഡേറ്റ ടൈപ്സ് എന്ന് പറയുന്നത് നമ്മൾ ഉപയോഗിക്കുന്നത്. പിന്നെ യൂസർ ഡിഫൈൻഡ് ഡേറ്റ ടൈപ്സ്. തൽക്കാലം നമ്മളത് ഇപ്പോൾ ഡിസ്കസ് ചെയ്യുന്നില്ല, അടുത്ത ചാപ്റ്ററിലേക്കൊക്കെ ചെല്ലുമ്പോൾ അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് കാണാം. ഒന്ന് സൂചിപ്പിച്ചു പോകാം. അറേ, സ്ട്രക്ചർ, ക്ലാസ്, ഇതൊക്കെയാണ് യൂസർ ഡിഫൈൻഡ് ഡേറ്റ ടൈപ്പിൽ വരുന്നത്. നൗ വി മൂവ് ഓൺ ടു ടൈപ്പ് മോഡിഫയേഴ്സ്. വാട്ട് ആർ ടൈപ്പ് മോഡിഫയേഴ്സ്? എന്താണ് ടൈപ്പ് മോഡിഫയർ എന്ന് പറഞ്ഞാൽ? എന്താണ്? ദീസ് ആർ ദ കീവേഡ്സ് വിച്ച് ആർ യൂസ്ഡ് ടു ചേഞ്ച് ഓർ മോഡിഫൈ the range of data supported by the basic data type. Basic data typesനോടൊപ്പം ഉപയോഗിക്കാവുന്ന ചില കീവേഡ്സ് ആണ് ടൈപ്പ് മോഡിഫയേഴ്സ്. സൈൻഡ്, അൺസൈൻഡ്, ഷോർട്ട്, ലോങ്, ഇതിൽ രണ്ടും കൂടിയൊക്കെ മിക്സ് ചെയ്തൊക്കെ ഉപയോഗിക്കാറുണ്ട്. ഒരു കാര്യം ശ്രദ്ധിക്കുക, എല്ലാ ഡേറ്റ ടൈപ്പിനോടൊപ്പവും ഈ മോഡിഫയേഴ്സ് ഉപയോഗിക്കുന്നില്ല. ഓർമ്മയുണ്ടോ ഏത് ഡേറ്റ ടൈപ്പിനൊപ്പമാണ് മോഡിഫയേഴ്സ് ഇല്ലാത്തതെന്ന്, ഉപയോഗിക്കാൻ പാടില്ലാത്തത്? ഫ്ലോട്ട്. അപ്പോൾ ചോദിക്കാം, ഫ്ലോട്ട് സപ്പോർട്ട് ചെയ്യുന്ന ആ ഡേറ്റയുടെ റേഞ്ചിന് മാറ്റം വരുത്താൻ എന്ത് വേണം? വി ഹാവ് ഓൾറെഡി ഡബിൾ. അങ്ങനെ ഒരു ബേസിക് ഡേറ്റ ടൈപ്പ് തന്നെ ഉണ്ടല്ലോ. ഇനി ഡബിളിലും താങ്ങാനാവാത്ത ഡേറ്റ ഉണ്ടെങ്കിൽ വി ഗോ ഫോർ ലോങ് ഡബിൾ. ഓക്കെ. പിന്നെ വോയിഡ്, ഡേറ്റയെ റെപ്രസെൻറ്റ് ചെയ്യുന്നതല്ല, നൾ ഡേറ്റ എന്നൊക്കെ പറയും. അപ്പോൾ അതിനും സ്വാഭാവികമായിട്ടും ടൈപ്പ് മോഡിഫയേഴ്സ് വേണ്ടല്ലോ. അപ്പോൾ ഫ്ലോട്ടിനും വോയിഡിനും മോഡിഫയേഴ്സ് യൂസ് ചെയ്യാറില്ല. നൗ we move on to expressions. What do you mean by an expression in C++ language? നമ്മൾ മറ്റ് ലാംഗ്വേജ്, ഇംഗ്ലീഷിൽ ഫ്രേസ് എന്ന് പറയും പോലെ, മലയാളത്തിൽ വാക്യശകലം എന്ന് പറയും പോലെ ഒരു അതിന് ഇക്വലൻ്റായിട്ട് വരുന്നൊരു ടെർമിനോളജിയാണ് എക്സ്പ്രഷൻസ്. എങ്കിലും ഒരു ഡെഫിനേഷൻ വൈസ് നമുക്കിങ്ങനെ പറയാം, ഇറ്റ്സ് എ കോമ്പിനേഷൻ ഓഫ് ഓപ്പറേറ്റേഴ്സ് ആൻഡ് ഓപ്പറൻസ്. ഓപ്പറേറ്ററും ഓപ്പറൻസും കൂടി ചേരുമ്പോൾ ഉണ്ടാകുന്നതാണ് എക്സ്പ്രഷൻ. എന്തിന്? ടു റെപ്രസെൻറ്റ് ഓപ്പറേഷൻസ്. ഓപ്പറേഷൻസ് നടത്താൻ വേണ്ടി വി ക്രിയേറ്റ് എക്സ്പ്രഷൻസ്. എന്താ അതിൻ്റെ പ്രത്യേകത? എക്സ്പ്രഷൻസ് റിട്ടേൺ വാല്യൂസ്. അതെന്താ അങ്ങനെ ഉദ്ദേശിക്കുന്നത്? ഞാൻ പറഞ്ഞു, എക്സ്പ്രഷൻസ് റെപ്രസെൻറ്റ് ഓപ്പറേഷൻസ്. ഓപ്പറേഷൻ നടന്നാൽ റിസൾട്ട് ഉണ്ടാവും. ഈ റിസൾട്ടിനെയാണ് വാല്യൂ റിട്ടേൺ ബൈ ദി എക്സ്പ്രഷൻ എന്ന് പറയുന്നത്. 5+2 ഓപ്പറൻസും ഉണ്ട്, ഓപ്പറേറ്ററും ഉണ്ട്. സോ നാച്ചുറലി ഇറ്റ് ഇസ് ആൻ എക്സ്പ്രഷൻ. ഇറ്റ് റിട്ടേൺസ് എ വാല്യൂ 7. 5ഉം 2ഉം കൂടെ ആഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന റിസൾട്ടാണല്ലോ 7. അതിന് തന്നെയാണ് പറയുന്നത്, നമ്മൾ ഈ പ്രോഗ്രാമിങ്ങിൻ്റെ ഒരു കോണ്ടക്സ്റ്റിൽ എന്ന് പറയുമ്പോൾ 7+2 ഗീവ്സ് ദ റിസൾട്ട് 5+2 ഗീവ്സ് ദ റിസൾട്ട് 7 എന്ന് പറയാറില്ല പൊതുവിൽ. 7 is the value returned by the expression 5+2. Otherwise we can say that 5+2 returns 7. ഇതാണ് അതിൻ്റെ ഒരു ശരിക്കുള്ള സ്റ്റൈൽ. നിങ്ങൾ എങ്ങനെ പറയാൻ പാടുള്ളൂ. ഓക്കെ. അപ്പോൾ അതിൻ്റെ ഒരു ക്ലാസിഫിക്കേഷൻ ഉണ്ട്. ഓപ്പറേറ്റേഴ്സിൻ്റെ ക്ലാസിഫിക്കേഷൻ നമ്മൾ എങ്ങനെ പഠിച്ചത്? അരിത്തമെറ്റിക്, റിലേഷണൽ, ലോജിക്കൽ. അത് തന്നെ ഇവിടെ അരിത്തമെറ്റിക് ഓപ്പറേറ്റേഴ്സ് മാത്രം വന്നു കഴിഞ്ഞാൽ ഇറ്റ് ഇസ് അരിത്തമെറ്റിക് എക്സ്പ്രഷൻ. റിലേഷണൽ ഓപ്പറേറ്റേഴ്സും അതിനാവശ്യമുള്ള ഓപ്പറൻസും വരുമ്പോൾ റിലേഷണൽ എക്സ്പ്രഷൻ. ലോജിക്കൽ ഓപ്പറേറ്റേഴ്സും അതിൻ്റെ ഓപ്പറൻസും വരുമ്പോൾ ലോജിക്കൽ എക്സ്പ്രഷൻ. റൈറ്റ്? ഈ അരിത്തമെറ്റിക് എക്സ്പ്രഷൻസിനെ വീണ്ടും ക്ലാസിഫൈ ചെയ്യുന്നു രണ്ടായിട്ട്. ഓർമ്മയുണ്ടോ? ഇൻറ്റിജർ എക്സ്പ്രഷൻസ് ആൻഡ് റിയൽ എക്സ്പ്രഷൻസ്. ഇതെങ്ങനെയാണ് ക്ലാസിഫിക്കേഷൻ? രണ്ടും അരിത്തമെറ്റിക് എക്സ്പ്രഷൻസ് ആണ്. സോ നാച്ചുറലി ദർ ഇസ് എ കോമൺ ഫാക്ടർ. എന്താ? അരിത്തമെറ്റിക് ഓപ്പറേറ്റേഴ്സ് ആർ യൂസ്ഡ് ഇൻ ദോസ് എക്സ്പ്രഷൻസ്. പിന്നെന്താ ഡിഫറൻസ് വരുന്നത്? ഇനി ഓപ്പറൻ്റ് അല്ലേ ഉള്ളൂ.
ഓപ്പറൻറ്റിൻ്റെ ബേസിലാണ് ഈ രണ്ട് കാറ്റഗറൈസേഷൻ വരുന്നത്. ഇഫ് all the operands are integers, it is known as integer expression. If all the operands are floating point numbers or double type data, it is real expression. അതാണ് എൻ്റെ ക്ലാസിഫിക്കേഷൻ. ഇനി ഇതിൻ്റെ ഒരു പ്രത്യേകതയുണ്ട്. ഇൻറ്റിജർ എക്സ്പ്രഷൻസ് ഓൾവേസ് ഗിവ് യു ഇൻറ്റിജർ റിസൾട്ട്സ്. ഇറ്റ് റിട്ടേൺസ് ഇൻറ്റിജർ വാല്യൂ ഓൺലി. റിയൽ എക്സ്പ്രഷൻസ് റിട്ടേൺ ഫ്ലോട്ടിംഗ് പോയിൻറ്റ് വാല്യൂ. അത് ഓർമ്മയിരിക്കട്ടെ. രണ്ടാമത്തെ എക്സ്പ്രഷൻ റിലേഷണൽ എക്സ്പ്രഷൻ. അതിൻ്റെ പ്രത്യേകത എന്താ? അവിടെ ഓപ്പറൻസ്, തീർച്ചയായിട്ടും ഓപ്പറൻസും ഓപ്പറേറ്ററും വേണമല്ലോ. അവിടുത്തെ ഓപ്പറൻസ് ആരായിരിക്കും? ന്യൂമറിക് വാല്യൂ ആയിരിക്കണം. നമ്മൾ 4 ടൈപ്പ് ഓഫ് ഡേറ്റ പഠിച്ചു: ഇൻറ്റിജർ, ഫ്ലോട്ടിംഗ് പോയിൻറ്റ്, ക്യാരക്ടർ, സ്ട്രിങ്. ഇതിൽ ഇൻറ്റിജർ വെച്ചിട്ടും ഫ്ലോട്ടിംഗ് പോയിൻറ്റ് വെച്ചിട്ടും ക്യാരക്ടർ വെച്ചിട്ടും റിലേഷണൽ എക്സ്പ്രഷൻസ് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ലെസ് ദാൻ, ഗ്രേറ്റർ ദാൻ, അതൊക്കെയാണല്ലോ കമ്പാരിസൺ. സ്ട്രിങ് വെച്ചിട്ട് ഈ ഓപ്പറേറ്റേഴ്സിനോടൊപ്പം ഉപയോഗിക്കാൻ പാടില്ല. അതിന് വേറെ മെക്കാനിസമാണ്. അതവിടെ നിൽക്കട്ടെ. നമ്മളെ സംബന്ധിച്ച് ന്യൂമറിക് വാല്യൂസ് വരുന്ന, അപ്പോൾ ക്യാരക്ടറിന് എങ്ങനെ ന്യൂമറിക് വാല്യൂ വരുന്നത്? ഓർമ്മയുണ്ടോ? ക്യാരക്ടർ കോൺസ്റ്റൻസ് ആർ ഇൻറ്റേർണലി റെപ്രസെൻറ്റഡ് ആസ് ഇൻറ്റിജർ അസ്കി വാല്യൂ. ഓർമ്മയിരിക്കട്ടെ. അപ്പോൾ അവിടെയും നമ്പേഴ്സാണ് വരുന്നത്. അതുകൊണ്ട് ക്യാരക്ടർ കോൺസ്റ്റൻസിനെയും ഈ റിലേഷണൽ എക്സ്പ്രഷൻസിൽ നമുക്ക് ഉൾക്കൊള്ളിക്കാൻ സാധിക്കും. പിന്നെ വരുന്നു ലോജിക്കൽ എക്സ്പ്രഷൻസ്. ഇവിടുത്തെ ഓപ്പറൻസ് എന്താണ്? ബൂളിയൻ. തൊട്ട് മുമ്പ് ഒരു കാര്യം വിട്ടു. റിലേഷണൽ എക്സ്പ്രഷൻസിൽ റിട്ടേൺ ചെയ്യുന്ന വാല്യൂ എന്തായിരിക്കും? ഓപ്പറൻസ് ന്യൂമറിക്കലാണെന്ന് പറഞ്ഞു. റിട്ടേൺ ചെയ്യുന്നതോ, റിസൾട്ടോ? ബൂളിയൻ വാല്യൂസ്, ട്രൂ ഓർ ഫോൾസ്. 5 ലെസ് ദാൻ 3. ഇതൊരു റിലേഷണൽ എക്സ്പ്രഷൻ ആണല്ലേ. ഇതിന് റിസൾട്ട് ഉണ്ട്. 5 ലെസ് ദാൻ 3 ഫോൾസ്. 5 ഗ്രേറ്റർ ദാൻ 3 പറഞ്ഞാൽ ട്രൂ. അപ്പോൾ എപ്പോഴും ഓൾവേസ് ദ റിസൾട്ട് വിൽ ബി ഐദർ ട്രൂ ഓർ ഫോൾസ്. നൗ ലോജിക്കൽ എക്സ്പ്രഷൻസിലേക്ക് വരുമ്പോൾ ഓപ്പറൻസും ബൂളിയൻ വാല്യൂസ് ആണ്, റിസൾട്ടും ബൂളിയൻ വാല്യൂസ് ആണ്. ഇപ്പോൾ ആൻഡിൻ്റെ കേസ് എടുക്കുകയാണെങ്കിൽ ട്രൂ ആൻഡ് ട്രൂ, റിസൾട്ട് ഈസ് ട്രൂ. ട്രൂ ആൻഡ് ഫോൾസ്, റിസൾട്ട് ഈസ് ഫോൾസ്. ഇങ്ങനെ എപ്പോഴും നമ്മൾ ചെയ്യാറുണ്ടോ? ട്രൂ ആൻഡ് ട്രൂ, ട്രൂ ആൻഡ് ഫോൾസ്, അങ്ങനെ ഒരു സിറ്റുവേഷൻ നമുക്ക് വരാറില്ലല്ലോ. പക്ഷേ ഓർത്ത് നോക്കുക, കഴിഞ്ഞ വർഷം ചെയ്ത പ്രോഗ്രാമിൽ എനിക്ക് തോന്നുന്നു നിങ്ങൾ ലാർജസ്റ്റ് ഓഫ് 3 നമ്പേഴ്സ് കാണുന്നൊരു പ്രോഗ്രാം ചെയ്ത് കാണാം. അവിടെ ചിലപ്പോഴെങ്കിലും ഒരു ലോജിക്ക് ഉപയോഗിച്ചു. ഇഫ് എ ഗ്രേറ്റർ ദാൻ ബി ആൻഡ് എ ഗ്രേറ്റർ ദാൻ സി വന്നില്ലേ? ആൻഡ് അവിടെ വന്നു. ആൻഡിൻ്റെ ഓപ്പറൻ്റായിട്ട് ലെഫ്റ്റ് സൈഡിൽ കാണുന്നത് എ ഗ്രേറ്റർ ദാൻ ബി, റൈറ്റ് സൈഡിൽ എ ഗ്രേറ്റർ ദാൻ സി. ദേ ആർ റിലേഷണൽ എക്സ്പ്രഷൻസ്. Obviously, these relational expressions will give you Boolean values as the result, and those Boolean values will be the operands for this logical AND operation. അങ്ങനെയാണ് വരുന്നത്. ഡയറക്റ്റായിട്ട് നമ്മൾ ബൂളിയൻ വാല്യൂസ് കൊടുക്കാറില്ല. നമ്മൾ റിലേഷണൽ എക്സ്പ്രഷൻസ് എഴുതും. അവിടെ നിന്ന് കിട്ടുന്ന ട്രൂ ഓർ ഫോൾസ് വാല്യൂസിനെയാണ് ആൻഡിൻ്റെയോ ഓറിൻ്റെയോ നോട്ടിൻ്റെയോ ഒക്കെ ഓപ്പറൻസ് ആയിട്ട് കൺസിഡർ ചെയ്യുന്നത്. നാച്ചുറലി റിസൾട്ടും അവിടെ ട്രൂ ഓർ ഫോൾസ് തന്നെ വരും. ഓക്കെ, നൗ വി മൂവ് ഓൺ ടു ടൈപ്പ് കൺവേർഷൻസ്. ഡേറ്റ ടൈപ്പ് കൺവേർഷൻ. അതെന്തിനാ? എല്ലാ ഡേറ്റയ്ക്കും ഒരു ടൈപ്പ് ഉണ്ടല്ലേ. പ്രത്യേകിച്ച് നമ്മൾ പ്രോഗ്രാം ചെയ്യുമ്പോൾ വേരിയബിൾ ഡേറ്റ ഹാൻഡിൽ ചെയ്യാൻ വേരിയബിൾ ഡിക്ലെയർ ചെയ്യും. വേരിയബിൾ ഡിക്ലെയർ ചെയ്യാൻ വി വിൽ മേക്ക് യൂസ് ഓഫ് സം ഡേറ്റ ടൈപ്പ്. അപ്പോൾ ഒരു ഡേറ്റ ടൈപ്പ് ഉപയോഗിച്ച് ഡിക്ലെയർ ചെയ്ത വേരിയബിളിനെ അല്ലെങ്കിൽ അതിലുള്ള ഡേറ്റയെ ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ ഓപ്പറേഷന് വേണ്ടി ചേഞ്ച് ചെയ്യേണ്ടി വന്നേക്കാം. സിറ്റുവേഷൻസ് എല്ലാം ഓർമ്മ വരുന്നുണ്ടോ? നമുക്ക് കാണാം. അങ്ങനെ ചേഞ്ച് ചെയ്യേണ്ടി വരുമ്പോൾ ഉപയോഗിക്കാവുന്ന ഒരു കോൺസെപ്റ്റാണ് ടൈപ്പ് കൺവേർഷൻ. 2 രീതിയിലാണ് ടൈപ്പ് കൺവേർഷൻസ് നടക്കുന്നത്. എങ്ങനെയാണ്? ഇംപ്ലിസിറ്റ് കൺവേർഷൻ ആൻഡ് എക്സ്പ്ലിസിറ്റ് കൺവേർഷൻ. അതിന് പേരുമുണ്ട്. ടൈപ്പ് പ്രൊമോഷൻ ആൻഡ് ടൈപ്പ് കാസ്റ്റിംഗ്. എന്താ ടൈപ്പ് പ്രൊമോഷൻ എന്ന് പറയുമ്പോൾ? ഇറ്റ് ഈസ് ദ ഇംപ്ലിസിറ്റ് കൺവേർഷൻ ആൻഡ് ഈസ് ഡൺ ബൈ ദി കമ്പൈലർ. നമുക്കതിനകത്തൊരു റോളൊന്നുമില്ല. കമ്പൈലർ തന്നെ ഡേറ്റ ടൈപ്പിനെ ചേഞ്ച് ചെയ്തോളും. ആ ചേഞ്ച് എപ്പോഴും ഒരു ലോവർ ടൈപ്പിൽ നിന്ന് ഹയറിലോട്ടായിരിക്കും. അതുകൊണ്ടാണ് ടൈപ്പ് പ്രൊമോഷൻ, പ്രൊമോട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. ടൈപ്പ് പ്രൊമോഷൻ എന്നൊരു പേര് വന്നത്. മറ്റൊന്ന് ടൈപ്പ് കാസ്റ്റിംഗ്. ഇത് നമ്മളാണ് ചെയ്യുന്നത്. യൂസർ ഈസ് റെസ്പോൺസിബിൾ ഫോർ ദിസ് കൺവേർഷൻ. ടൈപ്പ് കാസ്റ്റിംഗ് ഏത് ഡേറ്റ ടൈപ്പിൽ നിന്ന് എങ്ങോട്ട് വേണമെങ്കിലും മാറ്റാം. കാസ്റ്റിംഗ്, ആ വാക്ക് നിങ്ങൾക്ക് പരിചയമുണ്ടല്ലേ? ഫിലിമൊക്കെ കാണുന്നവരല്ലേ? അപ്പോൾ അതിൽ അവസാനം എഴുതി കാണിക്കും കാസ്റ്റിംഗ്. നിങ്ങളുടെ ഇഷ്ടപ്പെട്ട നടൻ, അദ്ദേഹത്തിൻ്റെ ശരിക്കുള്ള പേര് ഒന്നായിരിക്കും. ആ സിനിമയിൽ വരുമ്പോഴത്തേന് കാസ്റ്റ് ചെയ്തിരിക്കുന്നത് ഇന്ന കഥാപാത്രമായിട്ടായിരിക്കും. ആ ഫിലിമിൽ അഭിനയിക്കുന്നിടത്തോളം സമയത്ത് ആ വ്യക്തി ആ കഥാപാത്രമായിട്ടായിരിക്കും അറിയപ്പെടുന്നത്. സിനിമയ്ക്ക് പുറത്തും സിനിമയ്ക്ക് മുമ്പും സിനിമയ്ക്ക് ശേഷവും അയാൾക്ക് മറ്റൊരു പേരും അയാൾ മറ്റൊരു വ്യക്തിയുമായിരിക്കും എന്ന് പറയും പോലെ ഈ ഡേറ്റ ടൈപ്പിന് ബേസിക്കലി അതിനൊരു ടൈപ്പ് ഉണ്ട്. ഒരു വേരിയബിളിന് അല്ലെങ്കിൽ ഒരു ഡേറ്റയ്ക്ക് അതൊരു പെർട്ടിക്കുലർ ഓപ്പറേഷൻ പെർഫോം ചെയ്യുന്ന സമയത്തേക്ക് വേണ്ടി മാത്രം മറ്റൊരു ഡേറ്റ ടൈപ്പായിട്ട് മാറുന്നു. ആ ഓപ്പറേഷൻ കഴിയുമ്പോൾ വീണ്ടും അയാളുടെ ബേസ് ടൈപ്പ് തന്നെയാണ് പോകുന്നത്. ദിസ് ഈസ് ടൈപ്പ് കാസ്റ്റിംഗ്. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ടോപ്പിക്കിലേക്ക് പോകാം. സ്റ്റേറ്റ്മെൻറ്റ്സ്. സ്റ്റേറ്റ്മെൻറ്റ്സിൽ എന്തൊക്കെയാണ് നമുക്ക് കവർ ചെയ്യേണ്ടി വരുന്നത്? എന്താ വാട്ട് യു മീൻ ബൈ സ്റ്റേറ്റ്മെൻറ്റ്? ഇറ്റ്സ് അഗെയിൻ എ സെറ്റ് ഓഫ് എ കോമ്പിനേഷൻ ഓഫ് ഓപ്പറൻസ് ആൻഡ് ഓപ്പറേറ്റേഴ്സ്. നേരത്തെയും അതല്ലേ പറഞ്ഞേ? സോ വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ഫ്രേസ് ആൻഡ് എക്സ്പ്രഷൻ ആൻഡ് എ സ്റ്റേറ്റ്മെൻറ്റ്? എക്സ്പ്രഷൻ റിട്ടേൺസ് വാല്യൂ. അവിടെ ഒരു ഇൻകംപ്ലീറ്റ്നെസ് ഉണ്ട്. സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുമ്പോൾ
അവിടെ ദ ആക്ഷൻ ഈസ് കംപ്ലീറ്റ് എന്ന് വെച്ചാൽ നമ്മുടെ ഒരു പ്രോഗ്രാമിന് ആവശ്യമുള്ള ഒരു ക്ലിയർ കട്ട് ഇൻസ്ട്രക്ഷൻ ഇറ്റ് ഈസ് കംപ്ലീറ്റ് ഇൻ ഇറ്റ്സ് സെൻസ്. അതുകൊണ്ട് അതൊരു സ്റ്റേറ്റ്മെൻ്റ് ആണ്. പിന്നെ പ്രോഗ്രാമിങ്ങിൽ നമുക്ക് ചില ഡിക്ലറേഷൻസ് ഒക്കെ നടത്തേണ്ടി വരും. അതിനുവേണ്ടിയും സ്റ്റേറ്റ്മെൻറ്റ്സ് ഉപയോഗിക്കാം. നമുക്ക് പരിചയമുള്ള സ്റ്റേറ്റ്മെൻറ്റ്സ് ഏതൊക്കെയാണ്? ഡിക്ലറേഷൻ സ്റ്റേറ്റ്മെൻറ്റ് അറിയാം, വേരിയബിൾ ഇനിഷ്യലൈസേഷൻ സ്റ്റേറ്റ്മെൻറ്റ് അറിയാം, ഇൻപുട്ട് സ്റ്റേറ്റ്മെൻറ്റ് അറിയാം, ഔട്ട്പുട്ട് സ്റ്റേറ്റ്മെൻറ്റ്, അസൈൻമെൻറ്റ് സ്റ്റേറ്റ്മെൻറ്റ്. ഇത്രയുമാണ് ഫോർ ദ ടൈം ബീങ് നമുക്ക് മനസ്സിലാക്കാവുന്നത്. ഇനിയുണ്ട് കൺട്രോൾ സ്റ്റേറ്റ്മെൻറ്റ്സും ജമ്പ്, അവിടെ നിൽക്കട്ടെ. അസൈൻമെൻറ്റ് സ്റ്റേറ്റ്മെൻറ്റ് വരെ എന്താ ഡിക്ലറേഷൻ സ്റ്റേറ്റ്മെൻറ്റ്? ഞാനൊരു എക്സാമ്പിൾ എഴുതി കാണിക്കാം. ഇൻറ്റ് എ ഫ്ലോട്ട് ബി സി. വേരിയബിളിനെ ഡിക്ലെയർ ചെയ്യാം. മെമ്മറി അലോക്കേഷൻ നടക്കുന്ന കാര്യമൊക്കെ നിങ്ങൾക്ക് അറിയാമല്ലോ. നൗ വേരിയബിൾ ഇനിഷ്യലൈസേഷൻ സ്റ്റേറ്റ്മെൻറ്റ്. ഒരു വേരിയബിൾ ഡിക്ലറേഷനിൽ മെമ്മറി അലോക്കേറ്റ് ചെയ്യുന്നു. അതിനകത്ത് വല്ല വാല്യൂ ഉണ്ടോ? ഉണ്ട്, ഗാർബേജ് വാല്യൂ. നമ്മളായിട്ടൊന്നും കൊടുത്തിട്ടില്ല, ഗാർബേജ് വാല്യൂ എന്ന് പറയുന്നു. അതേസമയം നമുക്ക് തന്നെ ഒരു വാല്യൂ അസൈൻ ചെയ്യാം. മെമ്മറി അലോക്കേറ്റ് ചെയ്യുന്ന സമയം തന്നെ നമുക്കൊരു വാല്യൂ അസൈൻ ചെയ്യാം. അതാണല്ലോ വേരിയബിൾ ഇനിഷ്യലൈസേഷൻ എന്ന് പറയുന്നത്. ഇൻറ്റ് എ ഈക്വൽസ് 5. എക്ക് വേണ്ടി 4 ബൈറ്റ്സ് മെമ്മറി അലോക്കേറ്റ് ചെയ്യുന്നു, 5നെ സ്റ്റോർ ചെയ്യുന്നു. നെക്സ്റ്റ് വരുമ്പോൾ കോൺസ്റ്റ് ഫ്ലോട്ട് പൈ ഈക്വൽസ് 3.4. പൈക്ക് വേണ്ടി മെമ്മറി അലോക്കേറ്റ് ചെയ്യുന്നു, 3.14 ചെയ്യുന്നു. പക്ഷേ അവിടെ ഒരു വാക്ക് കോൺസ്റ്റ്. എന്താ വ്യത്യാസം? പൈ എന്ന വേരിയബിളിൽ ഫർദർ ചേഞ്ച് നടക്കത്തില്ല. ഇറ്റ് ഈസ് ഡിക്ലെയർഡ് ആസ് എ കോൺസ്റ്റൻറ്റ് വാല്യൂ. അതിനകത്ത് ഇനി മാറ്റം വരുത്താൻ കഴിയില്ല. എക്ക് ഇനി മാറ്റങ്ങൾ വരുത്താൻ കുഴപ്പമൊന്നുമില്ല. ഇൻപുട്ട് സ്റ്റേറ്റ്മെൻറ്റ് ഒരു എക്സാമ്പിൾ നോക്കാം. സി ഇൻ എ, വലതുവശത്ത് വേരിയബിൾ മാത്രമേ വരുള്ളൂ, ഓർത്തോളുക. ഇൻപുട്ട് ഓപ്പറേറ്ററിന് ശേഷം ഔട്ട്പുട്ട് സ്റ്റേറ്റ്മെൻറ്റ് സി ഔട്ട് എ, സി ഔട്ട് സം എ പ്ലസ് ബി. അവിടെ നോക്കിക്കോളൂ, ഔട്ട്പുട്ട് ഓപ്പറേറ്ററിൻ്റെ വലതുവശത്ത് കോൺസ്റ്റൻറ്റ് കൊടുത്തിട്ടുണ്ട്, എക്സ്പ്രഷൻ കൊടുത്തിട്ടുണ്ട്, പിന്നെ വേരിയബിൾ കൊടുത്തിട്ടുണ്ട്. എന്ത് വേണമെങ്കിലും ആവാം. അസൈൻമെൻറ്റ് സ്റ്റേറ്റ്മെൻറ്റിലോ അവിടെയും ഞാനൊരു എക്സാമ്പിൾ ഇതാണ്. എ ഈക്വൽസ് 5, 5നെ എയിലോട്ട് സ്റ്റോർ ചെയ്യുക. സി ഈക്വൽസ് എ പ്ലസ് ബി റിട്ടേൺ ചെയ്യുന്ന വാല്യൂവിനെ സിയിലോട്ട് സ്റ്റോർ ചെയ്യുക. ഡി ഈക്വൽസ് സി, സിയുടെ വാല്യൂ ഡിയിൽ സ്റ്റോർ ചെയ്യുക. അപ്പോൾ വേരിയബിൾ കോൺസ്റ്റൻറ്റ് എക്സ്പ്രഷനൊക്കെ വരാം. ഓക്കെ, അപ്പോൾ നമ്മൾ സ്റ്റേറ്റ്മെൻറ്റ്സും കവർ ചെയ്തു. നൗ വി മൂവ് ഓൺ ടു സം അഡ്വാൻസ്ഡ് ഓപ്പറേറ്റേഴ്സ്. നേരത്തെ ചില ബേസിക് ഓപ്പറേറ്റേഴ്സിനെ കുറിച്ചൊക്കെ പഠിച്ചു. ഇനിയിപ്പോൾ നമുക്ക് കുറച്ച് അഡ്വാൻസ്ഡ് ഓപ്പറേറ്റേഴ്സ്. ഇതിൽ പ്രധാനമായിട്ടും കവർ ചെയ്യുന്നത് അരിത്തമെറ്റിക് ഓപ്പറേറ്റേഴ്സും അസൈൻമെൻറ്റ് ഓപ്പറേറ്റേഴ്സും കൂടി കമ്പൈൻ ചെയ്യുന്നതാണ്. അരിത്തമെറ്റിക് അസൈൻമെൻറ്റ് ഓപ്പറേഷൻസിനെ റെപ്രസെൻറ്റ് ചെയ്യുന്ന ചില ഓപ്പറേറ്റേഴ്സ്. ബേസിക്കലി അതിനെ മൂന്നായിട്ട് നമുക്ക് ക്ലാസിഫൈ ചെയ്യാം. ഇൻക്രിമെൻറ്റ് ഓപ്പറേറ്റർ, ഡിക്രിമെൻറ്റ് ഓപ്പറേറ്റർ, പിന്നെ അരിത്തമെറ്റിക് അസൈൻമെൻറ്റ് ഓപ്പറേറ്റേഴ്സ് അല്ലെങ്കിൽ C++ ഷോർട്ട് ഹാൻഡ്സ് എന്ന് പറഞ്ഞിട്ട്. ഇൻക്രിമെൻറ്റ് ഓപ്പറേറ്റർ അറിയായിരിക്കുമല്ലോ. ഡിക്രിമെൻറ്റ് ഓപ്പറേറ്ററും പ്ലസും മൈനസും 2 ഫോംസ് ഉണ്ട്. പോസ്റ്റ്ഫിക്സ് ഫോം ആൻഡ് പ്രീഫിക്സ് ഫോം. ചില എക്സാമ്പിൾസ് ഞാൻ തന്നിട്ടുണ്ട്. ഇപ്പോൾ പോസ്റ്റ്ഫിക്സ് ഫോം A++, A-. ഓപ്പറേറ്റർ ഈസ് പ്ലേസ്ഡ് ആഫ്റ്റർ ദി ഓപ്പറൻറ്റ്. പ്രിഫിക്സ് ആകുമ്പോൾ ഓപ്പറേറ്റർ ഈസ് പ്ലേസ്ഡ് ബിഫോർ ദി ഓപ്പറൻസ്. ഇത് അരിത്തമെറ്റിക് അസൈൻമെൻറ്റ് ഓപ്പറേറ്ററിൻ്റെ സിമ്പിൾസ് ആണ്. പ്ലസ് ഈക്വൽസ്, മൈനസ് ഈക്വൽസ്. ആ 5 അരിത്തമെറ്റിക് ഓപ്പറേറ്ററും ദേ ആർ ഫോളോഡ് ബൈ അസൈൻമെൻറ്റ് ഓപ്പറേറ്റർ. ഒരു എക്സാമ്പിൾ നമുക്ക് നോക്കാം. ഇൻറ്റ് എ ഈക്വൽസ് 5, A++, സി ഔട്ട് എ ++A, സി ഔട്ട് എ. ഔട്ട്പുട്ട് പെട്ടെന്നൊന്ന് പറഞ്ഞേ, സിമ്പിൾ അല്ലേ? എയുടെ സ്റ്റാർട്ടിംഗ് വാല്യൂ 5 ആണ്. ആ A++ൻ്റെ ഒരു എക്സ്പ്ലനേഷൻ ഞാൻ കമൻറ്റായിട്ട് കൊടുത്തിട്ടുണ്ട്. ഇറ്റ് ഈസ് ഈക്വലൻ ടു A ഈക്വൽസ് A+1. നൗ വാട്ട് ഇസ് ദി ഔട്ട്പുട്ട്? നോക്കാം. 6 കിട്ടിയില്ല ആദ്യം. രണ്ടാമത്തെ കേസിലോ 7, ബിക്കോസ് 2 പ്രാവശ്യം അത് ഇൻക്രിമെൻറ്റ് ചെയ്തു അല്ലേ? ഞാനിതിൻ്റെ കണ്ടിന്യൂഷനിലോട്ട് പോകുന്നു. A-, ഇറ്റ് ഈസ് ഈക്വലൻ ടു A ഈക്വൽസ് A-1. അപ്പോൾ എയുടെ കറണ്ട് വാല്യൂ നൗ ഇറ്റ് ഈസ് 7. തുടക്കത്തിൽ 5 ആയിരുന്നു, ഒരു ഇൻക്രിമെൻറ്റ് കഴിഞ്ഞപ്പോൾ 6 ആയി, വീണ്ടും ഒരു ഇൻക്രിമെൻറ്റ് കഴിഞ്ഞു 7 ആയി. അടുത്ത് ഇങ്ങോട്ടാണ് പോകുന്നത് ഡിക്രിമെൻറ്റിലേക്ക്. സോ ഇറ്റ് ബിക്കംസ് 6 ബിക്കോസ് ഒരൊറ്റ വേരിയബിൾ അത്. എഗെയിൻ ഒരു ഡിക്രിമെൻറ്റ് കൂടിയുണ്ട്, വീണ്ടും അത് 5 ആയിട്ട് മാറുന്നു. സോ ആസ് ഫാർ ആസ് ദാറ്റ് പർട്ടിക്കുലർ വേരിയബിൾ ഈസ് കൺസേൺ ദർ ഇസ് നോ ചേഞ്ച്, either prefix or postfix, whatever it may be. The variable with which this operator is used will be incremented by 1 or decremented by 1. But there is a difference. നോക്കിയോ, ഈ കോഡ് നോക്കിക്കോളൂ. ഈ ഓപ്പറേഷൻ മറ്റൊരു സ്റ്റേറ്റ്മെൻറ്റിൻ്റെ ഭാഗമായിട്ട് വരുമ്പോൾ there is a difference. കോഡ് നോക്കൂ. ഇൻറ്റ് A ഈക്വൽസ് 5, സി ഔട്ട് A++, സി ഔട്ട് A. A++നോടൊപ്പം അല്ലെങ്കിൽ ആ A++നെ ഒരു ഔട്ട്പുട്ട് സ്റ്റേറ്റ്മെൻറ്റിൻ്റെ ഭാഗമായിട്ട് യൂസ് ചെയ്തിരിക്കുന്നു. എന്തായിരിക്കും ഔട്ട്പുട്ട്? 5ഉം 6ഉം 5ഉം ആണോ? 5ഉം 6ഉം ആണോ? 6ഉം 6ഉം ആണോ? ആദ്യത്തെ ഔട്ട്പുട്ട് 5 തന്നെയാണ്. അടുത്ത സ്റ്റേറ്റ്മെൻറ്റിലെയോ അവിടെ 6 ആയി. അപ്പോൾ A++ കിടക്കുന്നു എന്ന് ചോദിക്കാം. A++ ഉണ്ട്, പക്ഷേ ഇറ്റ് ഈസ് യൂസ്ഡ് ആസ് ദ പോസ്റ്റ്ഫിക്സ് ഫോം. പോസ്റ്റ്ഫിക്സിൽ ദ കറണ്ട് വാല്യൂ ഓഫ് A വിൽ ബി യൂസ്ഡ് ഫോർ ദി റിമൈനിങ് പർപ്പസ്. ഹിയർ ദി റിമൈനിങ് പർപ്പസ് മീൻസ് ഔട്ട്പുട്ട് ഓപ്പറേഷൻ. എയുടെ എക്സിസ്റ്റിംഗ് വാല്യൂ ആയ 5 ഔട്ട്പുട്ടിന് വേണ്ടി ഉപയോഗിക്കുന്നു. ആൻഡ് ദെൻ ഇറ്റ് ഈസ് ഇൻക്രിമെൻറ്റഡ് ബൈ 1. എയുടെ വാല്യൂ മെമ്മറിയിൽ 6 ആയി. ആ വാല്യൂ നമ്മൾ കാണുന്നത് തൊട്ടടുത്ത സ്റ്റേറ്റ്മെൻറ്റില്ല, സി ഔട്ട് എ. അതുകൊണ്ടാണ് രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റിൽ 6 വന്നത്. നൗ മറ്റൊരു വേർഷൻ നമുക്ക് നോക്കാം. ഇൻറ്റ് A ഈക്വൽസ് 5, സി ഔട്ട് ++A, സി ഔട്ട് എ. ഇവിടെ എന്തായിരിക്കും ഔട്ട്പുട്ട്? ഇതുപോലെയാണോ? 6ഉം 5ഉം ആണോ? 5ഉം 6ഉം ആണോ? അതോ 6ഉം 5ഉം ആണോ? അതോ 6ഉം 6ഉം ആണോ? ആലോചിച്ച് നോക്കൂ. ഇവിടെ ആദ്യം തന്നെ 6 വരും, കാരണം ഇറ്റ് ഈസ് പ്രിഫിക്സ്. പ്രിഫിക്സ് ആകുമ്പോൾ ഫസ്റ്റ് the value of A is incremented by 1. The change സംഭവിക്കുന്നു. And the changed value will be used for the remaining purpose. Here it is output operation. അപ്പോൾ ഈ യൂസ് ആൻഡ് ചേഞ്ച് ആൻഡ് യൂസ്, അതാണ് കോൺസെപ്റ്റ്. പോസ്റ്റ്ഫിക്സ് എന്ന് പറയുമ്പോൾ യൂസ് ചെയ്യുക പിന്നെ ചേഞ്ച് ചെയ്യുക. പ്രിഫിക്സ് എന്ന് പറയുമ്പോൾ ചേഞ്ച് ചെയ്യുക പിന്നെ യൂസ് ചെയ്യുക.
റൈറ്റ്. ഇതിൻ്റെ ഔട്ട്പുട്ട് രണ്ടാമത് വരുമ്പോഴും 6 തന്നെയാണ്. അപ്പോൾ ഓൾമോസ്റ്റ് പ്രോഗ്രാമിങ്ങിലേക്ക് എത്തുന്ന ഒരു ഘട്ടം വരെ നമ്മളായി കഴിഞ്ഞു. ഇനി അടുത്ത് നമ്മൾ പ്രോഗ്രാമിലോട്ടാണ് കിടക്കുന്നത്, പ്രോഗ്രാമിൻ്റെ ഒരു സ്ട്രക്ചർ. അപ്പോൾ അതിനു മുമ്പ് ഇതുവരെ പഠിച്ചതൊക്കെ ഓർമ്മയിലുണ്ടോ എന്ന് നോക്കണ്ടേ. ഞാനൊരു ചെറിയൊരു അസൈൻമെൻറ്റ് തരികയാണ്. അതിനു മുമ്പ് കുറച്ച് അരിത്തമെറ്റിക് അസൈൻമെൻറ്റ് ഓപ്പറേഷൻസിൻ്റെ എക്സാമ്പിൾസ് കാണിക്കുന്നുണ്ട്, നിങ്ങൾ നോക്കിക്കോളൂ. അത് സിമ്പിളാണ്, ജസ്റ്റ് ഒന്ന് നോക്കിപ്പോയാൽ മതി. ഓരോന്നിൻ്റെ എക്സ്പ്ലനേഷൻ. ഇപ്പോൾ A+C=B എന്ന് പറയുമ്പോൾ A=A+B, num-1 എന്ന് പറയുമ്പോൾ num=num-1. അത് ഓരോന്നൊന്ന് ജസ്റ്റ് നോക്കി പോവുക. നിങ്ങൾക്ക് തരുന്ന വർക്ക് ഒരു ചെറിയൊരു അസൈൻമെൻറ്റ്. ഇത്രയും ചോദ്യങ്ങളാണ്, 10 ചോദ്യങ്ങളേ ഉള്ളൂ. ഒരു 1 ലൈൻ എക്സ്പ്ലനേഷൻ അല്ലെങ്കിൽ ഒരു 1 വേർഡിൻ്റെ ആൻസർ. ഇതുവരെ നമ്മൾ ഡിസ്കസ് ചെയ്തതിനെ ബേസ് ചെയ്തിട്ട് മാത്രം ഉൾക്കൊള്ളിച്ചിരിക്കുന്നതാണ്. ഇതിൻ്റെ ആൻസേഴ്സ് എഴുതുക. ഈ ചോദ്യങ്ങൾ ആദ്യം നിങ്ങളുടെ നോട്ട്ബുക്കിൽ എഴുതിയെടുക്കണം. എന്നിട്ട് ഉത്തരങ്ങൾ എഴുതണം. ആ ഉത്തരങ്ങൾ നിങ്ങളുടെ പ്രിയപ്പെട്ട സ്വന്തം അധ്യാപകരുമായി പങ്കുവയ്ക്കുക. അതിൻ്റെ ശരിതെറ്റുകളൊക്കെ മനസ്സിലാക്കിയെടുക്കുക. ഇനി അതിനൊന്നും സാധിച്ചില്ലെങ്കിൽ പേടിക്കേണ്ട, അടുത്ത ക്ലാസ്സിൽ നമ്മൾ തുടങ്ങുന്നത് ഇവിടെ നിന്നായിരിക്കും. അപ്പോൾ എല്ലാ ആശംസകളും. ഓൾ ദി ബെസ്റ്റ്.